അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, ഇസ്ലാമിക് ഓൺലൈൻ ടീച്ചറാകാനുള്ള ആത്മവിശ്വാസം എങ്ങനെ നേടാം? അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് സഹോദരിമാർക്ക് അവർക്ക് ഇസ്ലാമിക് ടീച്ചറാകണം, വിശേഷിച്ചും ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചറാകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് പലപ്പോഴും വരുന്നില്ല. ഒരു പേടിയാണ് ഉള്ളിലുള്ളത്. ഇസ്ലാമിക കാര്യങ്ങൾ അറിയുന്നവർക്ക് തന്നെ, പഠിച്ചവർക്ക് തന്നെ, അറബി കോളേജുകൾ പഠിച്ച ആളുകൾക്ക് തന്നെ പലപ്പോഴും ആ ഒരു ഭയം ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തിൽ നമുക്ക് ആത്മവിശ്വാസം നേടാൻ പറ്റുന്നത്? അതിനുള്ള 5 മാർഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഏതൊരു വിഷയത്തിലും നമുക്ക് കോൺഫിഡൻസ് ലഭിക്കണമെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനം, ക്ലാരിറ്റിയുള്ള പഠനം, വ്യക്തത നമുക്ക് ലഭിക്കുന്നത് വരെയുള്ള പഠനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചറാകണമെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഓൺലൈനിൽ ക്ലാസ് എടുക്കേണ്ടത്, ഓൺലൈനിൽ എനിക്ക് കുട്ടികളെ കിട്ടാനുള്ള ഞാൻ ശ്രദ്ധിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ നമ്മുടെ കൂടെ ഏറ്റവും എഫക്റ്റീവായി അവർക്ക് ദീനിയായ പാഠങ്ങൾ, അത് തെർബിയയാകാം, അതല്ലെങ്കിൽ ഓൺലൈൻ മദ്രസയാകാം, ആ സംഗതികൾ എങ്ങനെയാണ് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ മാറ്റമുണ്ടാക്കുക, അതുപോലെ തന്നെ ഇസ്ലാമിക വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനങ്ങൾ എന്താണ്, പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ മനഃശാസ്ത്രം, പുതിയ കാലത്തെ കുട്ടികളാണ്, അവരുമായി ബന്ധപ്പെട്ട് ഞാൻ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ അത് കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ്. 3 ദിവസത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് പലപ്പോഴും നമ്മൾ നടത്താറുണ്ട്. എന്ന് നടത്തുന്ന സമയത്തൊക്കെ 3 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴേക്ക് തന്നെ ഒരുപാട് കോൺഫിഡൻസ്, ഒരുപാട് ആത്മവിശ്വാസം നേടാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഞാൻ തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സഹോദരിമാരെ, പഠിതാക്കളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ വിജയിച്ച് കാണിച്ചു തന്ന ആളുകളിൽ നിന്ന് തന്നെ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തത് പോസിറ്റീവ് സെൽഫ് ടോക്കാണ്. അഥവാ നമ്മൾ നമ്മുടെ മനസ്സിനോട് എപ്പോഴും പറയേണ്ട സംഗതിയാണ് ഇൻഷാ അല്ലാഹ് എനിക്ക് സാധിക്കും, എനിക്ക് സാധിക്കും. പലപ്പോഴും നമ്മൾ നമ്മുടെ മുൻകഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അതുമല്ല എങ്കിൽ നമ്മുടെ പേരൻസ് വളർത്തിയ ആ ഒരു പാരൻറ്റിങ്ങിൽ വന്ന പ്രശ്നങ്ങൾ, അതെല്ലാം പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കാറുണ്ട്. ഒരു കാര്യം അവസരം ലഭിക്കുമ്പോൾ അതിൽ സ്റ്റെപ്പ് എടുക്കാത്തതിൻ്റെ പ്രശ്നമെന്തെന്ന് ചോദിച്ചാൽ നമ്മിൽ വിശ്വാസമില്ല, നമ്മുടെ കഴിവിലും അതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ വിജയിക്കുമോ എന്ന ഒരു ആശങ്ക പലപ്പോഴും നെഗറ്റീവ് സെൽഫ് ടോക്കായി, എനിക്ക് കഴിയില്ല, ഞാൻ ചെയ്താൽ ശരിയാകൂല എന്നൊരു നെഗറ്റീവ് ടോക്കാണ് ഉണ്ടാകാറുള്ളത്. ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് മാറ്റി അതിൽ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോഴാണ്, പകരം കൊണ്ടുവരുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് എനിക്ക് കഴിയും, ഞാൻ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഞാൻ മുന്നിട്ടിറങ്ങുകയാണ് എങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും, അതല്ല എങ്കിൽ തെർബിയ കോഴ്സിലൂടെ അവരുടെ നിസ്കാരത്തിൻ്റെ പ്രാധാന്യം പോലെ, സ്വഭാവത്തിൻ്റെ പ്രാധാന്യം പോലെയുള്ള പൊതുവിഷയങ്ങൾ പഠിപ്പിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും അവരെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനും എനിക്ക് സാധിക്കുമെന്ന ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ആകണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക്
നമ്മൾ കൊണ്ടുവരേണ്ട സംഗതി. എത്രത്തോളം ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് ആവർത്തിച്ച് നമ്മൾ പറയുന്നുവോ അത്രത്തോളം റിസൾട്ട് നമ്മൾ പോസിറ്റീവ് മൈൻഡിലേക്ക് വരികയും നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുകയും ആക്ഷൻ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ സംഗതി നമ്മൾ പരിശീലിക്കുക എന്നുള്ളതാണ്. ക്ലാസ് എനിക്കടുത്ത് പരിചയമില്ല, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പരിശീലിക്കാം, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ചില ക്ലാസ്സുകളിൽ ടോപ്പിക്കുകൾ നമ്മൾ എടുക്കുന്നു, നമ്മൾ കണ്ണാടിയുടെ മുമ്പിലോ മൊബൈൽ ഫോൺ ഓൺ ചെയ്തോ വീഡിയോ റെക്കോർഡ് ചെയ്തോ ഒക്കെ നമ്മൾ ആവർത്തിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് റിസൾട്ട് ഉണ്ടാകും, അത്രത്തോളം നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ, കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ നിലക്ക് ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രാക്ടീസ് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയ മന്ത്രം. നമ്മൾ ആത്മാർത്ഥമായി ആവർത്തിച്ച് സമയം നിശ്ചയിച്ച് അതിന് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി പരിശീലിക്കുക എന്നുള്ളതാണ്. നാലാമത്തത് പോസിറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഈ ഒരു ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മെ തളർത്താൻ, നമ്മെ പിറകോട്ട് വലിക്കാൻ, പലപ്പോഴും നെഗറ്റീവ് കൊണ്ട് കമൻ്റ് അടിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തു വലയങ്ങളിൽപ്പെട്ടവരായിരിക്കും. അതൊന്നും നിനക്ക് കഴിയുകയില്ല, നീ ചെയ്താൽ ശരിയാകുകയില്ല എന്ന നിലക്ക് നെഗറ്റീവ് പറഞ്ഞ് നമ്മെ പുറകോട്ട് വലിക്കുന്ന ആളുകളുണ്ടാകും. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മുടെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചറാകുക, ഓൺലൈൻ തെർബിയ ടീച്ചറാകുക എന്ന വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും പൊതുവിൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ നിരന്തരം കേട്ടുന്ന നെഗറ്റീവിൽ തളരാതെ പോസിറ്റീവോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് തീർച്ചയായും അതിലൂടെ സാധിക്കുന്നതാണ്. അതാണ് നാലാമത് നമ്മൾ ചെയ്യേണ്ട സംഗതി. അഞ്ചാമത്തത് ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുധമാണ്. മനസ്സറിഞ്ഞുകൊണ്ട് എനിക്ക് തീർച്ചയായും ഇതിന് സാധിക്കും, എൻ്റെ റബ്ബെന്നെ അതിന് സഹായിക്കും എന്ന നിലക്ക് തന്നെ അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട ഭാഗധേയമെന്തോ, ഞാൻ ചെയ്യേണ്ട പാർട്ടെന്തോ അത് ഞാൻ ചെയ്യും. ഞാൻ ഇതിനു വേണ്ടി പഠിക്കും, ഞാൻ ഇതിനു വേണ്ടി കോഴ്സുകളിൽ ജോയിൻ ചെയ്യും, ഞാൻ ഇതിനു വേണ്ടി സമയം മാറ്റിവെക്കും, ഞാൻ ഇതിനു വേണ്ടി പരിശീലനത്തിൽ ഏർപ്പെടും, പ്രാക്ടീസ് ചെയ്യും, ഞാൻ ചെയ്യേണ്ട പാർട്ടൊക്കെ വളരെ ഭംഗിയായി ഞാൻ ചെയ്യും. എന്നിലൂടെ ഒരുപാട് കുട്ടികൾക്ക് മാറ്റമുണ്ടാകണം, അവരുടെ ജീവിതത്തിൽ നന്മ പകർത്തുന്നതിൻ്റെ കൂലി, പ്രതിഫലം എനിക്ക് ലഭിക്കണം എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അതോടൊപ്പം റഹ്മാനായ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന പൂർണ്ണമായ ഉറപ്പോടുകൂടെ. അള്ളാഹു ഉത്തരം തരികയുണ്ടോ എനിക്കറിയില്ല, അള്ളാഹു എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമോ എന്ന ആശങ്കയോടെയല്ല, മറിച്ച് റബ്ബ് എന്നെ പരിഗണിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കും. അള്ളാഹു മുജീബാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, ഖദീറാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ പ്രതീക്ഷയോടുകൂടെ റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവെ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ അവർ ദീൻ പഠിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ പുതിയ ലിബറൽ ചിന്താഗതിയുമായി അറ്റാച്ച് ചെയ്ത് ഇസ്ലാമിനെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും മക്കൾ പോകുന്നു. അവരെ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് വിളിക്കാനുള്ള ഒരു തൗഫീഖ്, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തൗഫീഖ്, അങ്ങനെ ഒരു ഇസ്ലാമിക് ടീച്ചറായി ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള വലിയൊരു തൗഫീഖ് റഹ്മാനായ റബ്ബെ എനിക്ക് നൽകണേ എന്ന മനസ്സറിഞ്ഞ പ്രാർത്ഥനയും അതിൻ്റെ പഠനവും അതിൻ്റെ പരിശീലനവും തീർച്ചയായും നമ്മൾ ഒരു വലിയ ലക്ഷ്യമായി എടുത്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ 5 കാര്യങ്ങളും ചേർത്തി വെച്ച് ഒരു
3 മാസത്തെ മദ്രസ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ തെർബിയ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നമ്മൾ രൂപീകരിച്ചപ്പോൾ അതിന് കൃത്യമായി ഈ പോസിറ്റീവ് കമ്മ്യൂണിറ്റി, പരസ്പരം സഹായിക്കുന്ന, പരസ്പരം ഓർമ്മപ്പെടുത്തുന്ന, പരസ്പരം പ്രാർത്ഥിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലൂടെ, അതുപോലെ തന്നെ കൃത്യമായി ഇതിൻ്റെ ഓരോ സ്റ്റെപ്സ് വിശദീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സഹോദരിമാർ, 30-ലേറെ സഹോദരിമാർ ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചേഴ്സ് ആകാൻ ഇതിലൂടെ സാധിച്ചു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മുന്നേറുമ്പോൾ ഒരുപാട് ഖൈറുകൾ അതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമുക്ക് പരിചയമുള്ള ഇതുപോലെ ഓൺലൈൻ ഇസ്ലാമിക് ടീച്ചറാകണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരിലേക്ക് ഇത് നമ്മൾ ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.